മാതമംഗലം മുച്ചിലോട്ടെ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിൽ സമാപന ദിവസത്തെ സദ്യയ്ക്ക് വിളമ്പാൻ കായവറുത്ത ഉപ്പേരി തയ്യാറാക്കുന്നു. ഉപ്പേരി തയ്യാറാക്കുന്ന കാഴ്ചകൾ കാണാം. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ കലവറയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അന്നദാനത്തിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലുള്ള ഉപ്പേരി തയ്യാറാക്കുകയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം. മുച്ചിലോട്ടമ്മയുടെ പന്തൽ മംഗലമായ പെരുങ്കളിയാട്ടത്തിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുകയെന്നതാണ് പെരുങ്കളിയാട്ടത്തിൽ പ്രധാന ഇനം. ഉച്ചക്കും രാത്രിയിലും ക്ഷേത്രാങ്കണത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകണമെന്നാണ് വിശ്വാസം. ഒരു പന്തിയിൽ 2500 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. 500ഓളം ബാല്യക്കാർ വിളമ്പുകാരായി ഉണ്ടാകും. സമാപന ദിനത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും. സാമ്പാർ, കൂട്ടുകറി, അവിയൽ, ഓലൻ, തോരൻ, പുളിയിഞ്ചി, പച്ചടി, അച്ചാർ, പപ്പടം, 2 തരം ഉപ്പേരി, പഴം, കായക്കഞ്ഞി തുടങ്ങിയവയുണ്ടാകും. കായക്കഞ്ഞി സമാപന ദിനത്തിൽ എല്ലാവർക്കും വിളമ്പണമെന്നാണ് ചിട്ട. അന്നദാനത്തിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണല്ലോ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത്, അല്ലേ? അതിനാരാണ് നേതൃത്വം നൽകുന്നതൊക്കെ? ആരെങ്ങനെയാണ്? എൻ്റെ പേര് രാജീവ് എന്ന്. അപ്പൊ അന്നദാനത്തിന് മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെയും നിങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പൊ ഈ ഉപ്പേരിയുടെ കാര്യങ്ങൾ എങ്ങനെയാ, എപ്പോഴാണ് തുടങ്ങിയത്? ഇന്ന് തുടങ്ങുന്നത്. ഇന്നും നാളെയും ഉപ്പേരി, മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം അച്ചാറ്, 2 തരം അച്ചാറ്, മാങ്ങ, നാരങ്ങ, അത് രണ്ടും നാളെ മറ്റന്നാളായിട്ടുണ്ട്. 12 കിൻഡല്, 6 കിൻഡൽ മാങ്ങ, 6 കിലോ നാരങ്ങ. ഇനി ഉപ്പേരി തന്നെ 50 കിലോ ആണെങ്കിൽ 25 കിലോ ശർക്കര, 25 കിൻഡല് ശർക്കര ഉപ്പേരി, 25 കിൻഡല് ചെറിയ മധുരമില്ലാത്തത്. അതിപ്പോ ഇന്ന് പകുതിയാവും, നാളെ പകുതിയാവും. അതിനുശേഷമാണ് അച്ചാറ്. അപ്പോ ഇതിന് വേണ്ട ഇപ്പോ കായയാണെങ്കിലൊക്കെ എങ്ങനെയാണ് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തത്? 50 കിൻഡൽ കണക്കാക്കി അത് നമ്മൾ ഇവിടുന്ന് പിന്നെ പകുതിയായി എടുക്കും. അതിനുശേഷം എന്നാൽ ഉപ്പേരി വെയിറ്റ് നോക്കും. അതിനണക്കായ വെള്ളം, നെയ്യ്, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചുക്കുപൊടി, ഏലക്കായി ഇതാക്കിയിട്ട് ഇതെല്ലാം ചേർത്തിട്ട് ശർക്കര ഉപ്പേരി ഉണ്ടാക്കും. ഉത്തര കേരളത്തിന്റെ മുഴുവൻ മുച്ചിലോട്ട് കാവുകളിൽ നിന്നും പെരുങ്കളിയാട്ടത്തിന് എത്തിച്ചേരുന്ന ആചാരസ്ഥാനികർക്കും ഭക്ഷണം നൽകുന്നതിനൊരുക്കിയ 4 ഇല പന്തലിലാണ് ആദ്യം ഭക്ഷണം വിളമ്പേണ്ടത്. 4ാം നാൾ തിരുമുടിയുയരുന്ന ദിവസം സ്ഥാനികർക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരുന്നതിന് മുമ്പ് 2 തരം ഉപ്പേരിയും 2 തരം പഴങ്ങളും പപ്പടവും അടങ്ങുന്ന മുഴുവൻ വിഭവങ്ങളും അടങ്ങിയ സദ്യ വിളമ്പും. അതിനുശേഷമാണ് 10,000-ങ്ങൾക്കുള്ള അന്നദാനം. വ്രതശുദ്ധിയോടെ ബാല്യക്കാർ ചേർന്ന് കിൻഡൽ കണക്കിന് പച്ച നേന്ത്രക്കായ മുറിച്ച് വറുത്തെടുത്ത് സമാപന ദിവസം വിളമ്പാനുള്ള ഉപ്പേരി തയ്യാറാക്കുന്ന തിരക്കിലാണ്. ദിവസവും 10,000-ഓളം ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. സദ്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പേരി എന്ന് പറയുന്നത്. ആ ഉപ്പേരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ ഇപ്പോൾ പൂർത്തിയാകാറായിട്ടുണ്ട്. ഇവിടെ കലവറയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി.